ഞായറാഴ്ചയാണ് കേട്ടോ. നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് വടകര സാൻഡ് ബാങ്ക്സിലോട്ടാണ്. മിക്കപ്പോഴും വടകര വരുന്നപ്പോഴത്തേക്കൊക്കെ ബീച്ചിലോട്ട് പോകാറുണ്ട്. എന്നിട്ട് അവിടുന്ന് എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള സ്നാക്സോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകാറാണ് കേട്ടോ. നമ്മുടെ ആ ഒരു എൻട്രൻസും കഴിഞ്ഞ് അങ്ങ് അകത്തേക്ക് പ്രവേശിക്കാറില്ല. മിക്കപ്പോഴും ബീച്ചിൽ തന്നെ ചുറ്റിക്കറങ്ങി അവിടുന്ന് കടലയോ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ച് അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകാറാണ്. ഇന്നിപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് സാൻഡ് ബാങ്ക്സ് മൊത്തം ഒന്ന് ചുറ്റിക്കാണാമെന്നൊക്കെ കരുതി. മുന്നത്തെ പോലെയല്ല, ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മൾ സാൻഡ് ബാങ്ക്സിനകത്തേക്ക് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അമ്പാടിയും ഞങ്ങളെല്ലാവരും തന്നെ വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും അജേട്ടൻ അവിടുന്ന് കടലേക്ക് മേടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കടലയും കഴിച്ചുകൊണ്ട് നമ്മൾ ആ ബീച്ചിനോട് ചേർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണായിരിക്കും ഇത്രയും തിരക്ക്. വാഹനങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. പിന്നെ കുറേ പേര് വന്ന് ചേരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഞാനിതാ സാൻഡ് ബാങ്ക്സിൻ്റെ ആ ഒരു കവാടം ജസ്റ്റ് ഒന്ന് സൂം ചെയ്തെടുത്തു കേട്ടോ. പിന്നെയാണെങ്കിലേ കുട്ടികളും മുതിർന്നവരും അമ്മമാരും എല്ലാവരും തന്നെ കടലിന് അവിടുന്ന് വെള്ളത്തിൽ നിന്നൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. എനിക്കും കൊതിയായിട്ട് പാടില്ലായിരുന്നു. പക്ഷെ അമ്പാടി കുഞ്ഞായതുകൊണ്ട് അവനെയും എടുത്തിട്ട് ബീച്ചിലോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അവനെ കെയർ ചെയ്യേണ്ട ഒരു സമയമല്ലേ. പിന്നെ ആണെങ്കിൽ അവന് കടൽ പേടിയാണ്. പക്ഷേ ഇന്നിപ്പം അവിടെ എത്തിയ പിന്നെ കരച്ചിലും പീച്ചിലൊന്നും കണ്ടില്ല. എടുക്കണമെന്നും പറഞ്ഞ് ചെറുതായിട്ട് വാശി കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ ഇതാ കടലൊക്കെ കഴിച്ചുകൊണ്ട് നടക്കുകയാണ്. ഞാനും അമ്പാടിയും പുറകെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീച്ചിനോട് ചേർന്നിട്ട് തന്നെ അവിടെ ഇങ്ങനെ കാറ്റാടി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ടോയ്സ്, പിന്നെ ബലൂൺസ്, അങ്ങനെയുള്ളതൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്പാടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ വാശി കൂടി കേട്ടോ, അവൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഏട്ടനാണെങ്കിൽ എടുക്കൂല എന്നുള്ള മട്ടില്ല. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറയുമായിരുന്നു കേട്ടോ, അമ്പാടിനെക്കാട്ടും കുഞ്ഞ് ബേബീസ് വരെ നടക്കുന്നുണ്ട്, പിന്നെ വാവയ്ക്ക് എന്താ പറ്റാത്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കും ബീച്ചിനോട് ചേർന്ന് നിൽക്കുമ്പോഴത്തേക്കും എന്ത് നല്ല വ്യൂ ആണെന്നറിയോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നി. പക്ഷേങ്കിൽ ഞാൻ പിന്നെ ചോദിക്കാൻ പോയില്ല. ചെറിയ ബേബിയൊക്കെ എടുത്ത് വരുമ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാവും. പിന്നെ അമ്പാടിക്ക് കടലിനെ പേടിയാണ് ശരിക്കും. പക്ഷെ ഇന്നിപ്പം കാര്യമായിട്ട് എന്താ പറയുക, വലിയ കുലുക്കമൊന്നും കണ്ടില്ല. എന്താണെന്നറിയില്ല. സാധാരണ കരയാറുണ്ട്. ഇന്നിപ്പോൾ കരയുന്നത് അവനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് നമ്മുടെ ആ ഒരു കല്ലൊക്കെ നീളത്തിലിങ്ങനെ ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഴിമുഖം എന്ന് വേണേൽ പറയാം. അതായത് കടലും പുഴയും ഒക്കെ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ആ ഒരു കടലിൻ്റെ ആ ഒരു സൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ ആഞ്ഞടിക്കുന്നുണ്ട് തിരമാലകൾ. നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടുത്തെ സൺസെറ്റൊക്കെ കാണാൻ പൊള്ളിയാണ്. അങ്ങനെ അവിടെ ഇരിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബോട്ടിൽ ഇങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. നമ്മുടെ വടകരയിൽ ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസാണ് ഈ സാൻഡ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ. ഇവിടെ വന്നാൽ നമുക്ക് ടൈം പോകുന്ന അറിയില്ല കേട്ടോ. അത്ര നല്ല പ്ലേസാണ്. വളരെ എൻജോയ് ചെയ്തിരിക്കാൻ പറ്റും. നല്ല തിരമാലകളും അതിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമ്മൾ വേറെ ഏതോ ലോകത്തൊക്കെ പോകട്ടോ. നല്ല രസമാണ് കടലിൻ്റെ ആഞ്ഞടിക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ. ജന്മനാടാണ്. കുറേ കാലങ്ങളായി ഇത് കാണുന്നു. എന്നാലും മടുപ്പില്ലാതെ പിന്നെയും ഇവിടെ വരാൻ തോന്നും. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഞാൻ ചുമ്മാ ക്യാമറ ഒക്കെ ഒന്ന് കൈ പിടിച്ച് എല്ലാവരെയും ഒന്ന് കാണിക്കുകയാണ്. അമ്പാടീനോട് നോക്കാൻ പറഞ്ഞിട്ട് അവൻ നോക്കുന്നുണ്ടായിരുന്നില്ല. അവനൊന്ന് നാണം പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെറ്റായിട്ടാ. അപ്പോൾ നടക്കാനുള്ള മടി കൊണ്ടാണ്. ഇരുന്നപ്പോഴത്തേക്കും അവനും സെറ്റായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആദ്യമായിട്ട് ഞാൻ എൻ്റെ എന്താ പറയുക 2 ഷോർട്സ് വീഡിയോ ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പിന്നെയാണ് ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനും തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 2 വീഡിയോസ് ഷോർട്സ് ഞാൻ അമ്പാടിൻ്റെയും ഒന്ന് എൻ്റെത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടുന്ന് ഷൂട്ട് ചെയ്ത് ഞാൻ ചുമ്മാ ഒന്ന് യൂട്യൂബിലേക്ക് ഇട്ടതാണ്. അത്യാവശ്യം വ്യൂസ് കിട്ടിയായിരുന്നു. അത്യാവശ്യം എന്ന് പറയുമ്പോൾ ഒരു 1000 ആ ഒരു എൻ്റെ അടുത്തൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഇട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും 1000 വ്യൂ ഒക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമായിരുന്നു. അതിൽ പിന്നെയാണ് ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയാലോ എന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നല്ല മെമ്മറിയാണ്. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്കും അടുത്ത കടലായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവനെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ച് ക്യാമറ അവൻ്റെ മുഖത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിരുന്നു. നല്ല മോൻ കേട്ടോ.
അങ്ങനെ ഒന്നല്ല 2 കടല മേടിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ കടൽ കണ്ടിട്ട് കടലയും കഴിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ ഇപ്പം അടുത്ത കാലത്തൊന്നും ഞങ്ങളിങ്ങനെ ഇരുന്നിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സൺ ബാങ്ക്സിൽ മുൻപ് വന്ന സമയത്ത്, അതായത് അമ്പടിച്ച് കുറച്ചും കൂടെ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ ചുമ്മാ വന്നിരുന്ന് അന്നൊരു ദിവസം വന്നിരുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ഇപ്പോഴാണ് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വന്നിട്ട് ജസ്റ്റ് തിരിച്ചു പോകും കേട്ടോ, അധികം നേരം നിൽക്കാറില്ല. അങ്ങനെ കുറച്ചധികം സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. കടലൊക്കെ കഴിച്ചു സംസാരിക്കുകയൊക്കെ ചെയ്തു കുറച്ച് സമയം അവിടെ ഇരുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ആ ഭാഗത്തോട്ടാണ് നമ്മുടെ മിനി ഗോവ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ മുൻപും പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്നെന്തോ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ മറ്റെന്തോ ആവശ്യത്തിന് പോയതായിരുന്നു, കുറച്ചായിട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈമൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മിനി ഗോവ ഷൂട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ എഴുന്നേറ്റു പൂയിലൊക്കെ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും അമ്പാടീനെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം നടന്നു, പിന്നെ എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് നമുക്ക് ആ ഒരു എന്താ പറയുക എൻട്രൻസിലേക്ക്, അതായത് നമ്മുടെ കവാടമൊക്കെ കഴിഞ്ഞ് നമുക്ക് സൺ ബാങ്ക്സിനുള്ളിലൊക്കെ ഒന്ന് കയറാമെന്ന് കരുതി. അമ്പാടി അത് എനിക്ക് ബോട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞാനും ഇങ്ങനെയൊക്കെ വന്ന് കണ്ടിട്ട്. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സൺ ബാങ്ക്സിൽ വന്നിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെയേ അല്ലായിരുന്നു. ഞാൻ എന്താ പറയേണ്ടത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പുരോഗതി വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നമ്മൾ നടന്നിട്ട് നമുക്ക് ആ ഒരു സൺ ബാങ്ക്സിൻ്റെ ആ ഒരു കവാടത്തിലൂടെ എൻട്രൻസിലൂടെ നമുക്ക് അങ്ങ് അകത്തേക്ക് കയറാമെന്ന് കരുതി. എന്നിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പാടിനെയും പിടിക്കണം, ക്യാമറയും പിടിക്കണം. അപ്പോൾ ഞാനതിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഏട്ടൻ എടുക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളിങ്ങനെ മാറി മാറി എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്താ ബദാം ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് ഈ ബദാമൊക്കെ ഇങ്ങനെ പെറുക്കിയിട്ട് കുത്തി പൊട്ടിക്കലുന്ന പരിപാടി ഉണ്ടായിരുന്നു. അത് പക്ഷേ സാൻഡ് ബാങ്ക്സിലുള്ള കേട്ടോ ഞാൻ പറഞ്ഞത്, പുറത്തുള്ള കാര്യമാണ്. നമ്മുടെ ബദാം കിട്ടിയാൽ കരിങ്കല്ലെടുത്ത് കുത്തിപ്പൊട്ടിച്ച് അതിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതെടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെയായിരുന്നു ചെറിയ സമയത്തുള്ള എൻ്റെ പരിപാടി. അങ്ങനെ നമ്മൾ സൺ ബാങ്ക്സിൻ്റെ ആ ഒരു എൻട്രൻസിൽ കയറുന്നതിന് മുൻപായിട്ട് നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും ഐസ്ക്രീം മേടിക്കാമെന്ന് കരുതി. അമ്പാടി ഐസ്ക്രീം കണ്ടപ്പോഴാണ് അവിടുന്ന് ബഹളമായിരുന്നു മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ട് കഫത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്, ജലദോഷമൊക്കെയാണ്. എന്നാലും വിട്ടില്ല അവന് വേണമെന്നും പറഞ്ഞ് അവിടുന്ന് കരച്ചിലായിരുന്നു. ലാസ്റ്റ് മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ 2 മേടിച്ചു വന്ന് ഏട്ടന് ഞാനും മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടൻ കാര്യമായിട്ട് ഐസ്ക്രീമിനോട് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലൊന്നുമല്ല. അപ്പോൾ ഏട്ടൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു, ബാക്കി എനിക്ക് തന്നു. അങ്ങനെ ഞാനും അമ്പാടിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എൻട്രൻസ് ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ മുതിർന്നവർക്ക് 10 രൂപയും ചെറിയ 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 5 രൂപയാണ്. അപ്പോൾ 12 വയസ്സിന്, അതായത് 13 വയസ്സ് മുതൽ മുകളിലോട്ട് 10 രൂപ തന്നെ ഈടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ സൺ ബാങ്ക്സിൻ്റെ അകത്തേക്ക് ആ ഒരു കവാടവും കഴിഞ്ഞ് അകത്തേക്ക് നടന്ന് കയറുമ്പോഴത്തേക്കും അവിടെ 2 ആൺകുട്ടികൾ മരത്തിൽ കയറി നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പേര് അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാനും ഒക്കെ സ്പേസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല വേസ്റ്റ് ബിന്ന് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റും അങ്ങനെയുള്ളതൊക്കെ അവിടെ ഇവിടെ വലിച്ചിടാൻ പാടില്ല, എല്ലാം അതിനായിട്ട് സ്പേസും അതിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുൻപൊക്കെ പ്രീ വെഡ്ഡിങ് ഷൂട്ടൊക്കെ ഇവിടെ സൺ ബാങ്ക്സിൽ വെച്ച് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ മൂത്ത ചേച്ചിമാരുടെയൊക്കെ കല്യാണ സമയത്തെ ഇവിടെ വെച്ച് ഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഗോപുരം പോലത്തെ സംഭവം കണ്ടില്ല, അതിലുള്ള ഒരു കണ്ണനാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ, ഒരു ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ ഇപ്പം അതൊന്നും കാണാനില്ല. അങ്ങനെ നമ്മൾ ആ ഒരു പുഴയുടെ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു റെസ്റ്റിംഗ് റൂമൊക്കെ കാണാം കേട്ടോ അവിടെ സൈഡിലോട്ടായിട്ട്. അപ്പോൾ നമുക്ക് ആ പുഴയൊക്കെ കാണാമെന്ന് കരുതിയിട്ട് ഞങ്ങളിതാ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. എന്നെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 ചേട്ടന്മാർ അവിടെ നിന്നിട്ട് സൈഡിൽ നിന്നിട്ട് പുഴയിൽ നിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ സൈഡിലായിട്ട് റെസ്റ്റിംഗ് റൂമൊക്കെ കാണാം കേട്ടോ. അങ്ങനെ അമ്പാടീൻ്റെ കൈയും പിടിച്ച് ഞാൻ ഇതാ മുഖം കഴുകാൻ വേണ്ടിയിട്ട് വന്നിട്ടാണുള്ളത്. മുഖം കഴുക്.
മുഖം. ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അവിടെയുള്ള ഓരോ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അത് കണ്ടോ ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു കുഞ്ഞും. പിന്നെ പാർക്കിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവനും ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും പുഴയിലൂടെ ഇങ്ങനെ പൊന്തിയും താഴും നോക്കുമ്പം ഓലയുടെ മട്ടലാണ് കാണുന്നത് കേട്ടോ. നമ്മളിങ്ങനെ പുഴയിലും കടലിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഓരോ സാധനം ഇങ്ങനെ ഒഴുകിപ്പോകുന്നതൊക്കെ കാണാം. നല്ല രസമായിരുന്നു. കുറച്ച് സമയം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പുഴയും കടലും ഒക്കെ ജോയിൻ ചെയ്യുന്ന ആ സൈറ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടു ആസ്വദിച്ചു. അതിനുശേഷം നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്തോട്ട് കേട്ടോ. അങ്ങോട്ട് നടന്നു. അവിടെയാണെങ്കിൽ ഹൗസ്ഫുൾ ആണെന്ന് വേണേൽ പറയാം. കാരണം ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കായിരുന്നു. കുട്ടികളൊക്കെ കളിക്കേണ്ട തത്രപ്പാടിലാണ്. കുറേ പേര് ഊഞ്ഞാലാടുന്നുണ്ട്. പിന്നെ ഒന്നിച്ചിരുന്ന് വേറെ ഊഞ്ഞാൽ പോലെ വേറെ ആടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. സാധാരണ അമ്പാടി പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാലേ കളിക്കാൻ ഭയങ്കര വെപ്രാളം കൂട്ടുന്നതാണ്. ഇന്ന് പിന്നെ ഒച്ച അനക്കൊന്നും കണ്ടില്ല കേട്ടോ. അവൻ നമ്മുടെ കൂടെ നമ്മൾ നടക്കുമ്പോൾ അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അല്ലെ വാശി പിടിക്കും കേട്ടോ ചില സമയങ്ങളിൽ. ഇന്നിപ്പം അവിടെ ഹൗസ്ഫുള്ളായത് കണ്ടിട്ടാണോ എന്താണെന്നറിയില്ല, ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ നമ്മുടെ 2-3 സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരിക്കാമെന്നൊക്കെ കരുതി കേട്ടോ. അങ്ങനെ ഏട്ടനെ അവിടെ ഇരുത്തിയിട്ട് ഞാനും അമ്പാടിയും അവിടെ നിന്ന് ഓട്ടപ്പാച്ചിലായിരുന്നു. അവൻ ഓടും, അവൻ്റെ പുറകെ ഓടി നടക്കലായിരുന്നു എൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത് ആ ഒരു എന്താ പറയുക, ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടില്ലേ, അതിലൂടെ ഇങ്ങനെ ചുറ്റി ചുറ്റി നടക്കലായിരുന്നു അവൻ്റെ പരിപാടി. പിന്നെ അവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റോട് കൂടി ഇടയ്ക്ക് എൻ്റെ മേത്തിങ്ങനെ ചാടും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അവൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യലും ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വേണ്ട കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാനും ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തംബ്നെയിൽ കൊടുക്കാനും അങ്ങനെയുള്ളതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് ഒരു പൂവ് കണ്ടേ, പിന്നെ ചെമ്പകാണോ അത്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു. അവിടുത്തെ മരങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രത്യേക വൈബ് തരുന്ന തരത്തിലുള്ളതായിരുന്നു. നല്ല രസമായിരുന്നു. അതൊക്കെ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നു. എന്നതിന് ശേഷം നടന്ന് നമ്മൾ ഒരു 5:45 ആ ഒരു സമയത്തായിരുന്നു നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സൺസെറ്റൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പാർക്കിലോട്ടൊക്കെ വരുന്ന സമയത്ത് നല്ല രസമായിരിക്കും, നല്ല ഹാപ്പി മൂഡായിരിക്കും കേട്ടോ. തിരിച്ചു പോകുമ്പോൾ എന്തോ ഒരു വിഷമമാണ് കേട്ടോ. കുറച്ചും കൂടെ ഇരുന്നാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഒത്തിരി ലേറ്റായി പോകുമല്ലോ. അപ്പോൾ ചെറുതായിട്ട് ഇരുട്ടായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. സാൻഡ് ബാങ്ക്സിലോ അല്ലെങ്കിൽ മറ്റ് ബീച്ചുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് കഴിക്കാൻ തോന്നുന്നതാണ് ഗോബി ഫ്രൈയും മുളക് ബജി, പിന്നെ കടല, പിന്നെ ഉപ്പിലിട്ടത്. ഇതൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ പതിവൊന്നും തെറ്റിച്ചില്ല. നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു തട്ടുകട പോലത്തെ അവിടെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു പ്ലേറ്റ് നമ്മൾ ഗോബി ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ചൂടോടെ കഴിച്ച് ആസ്വദിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. കാണുന്നതിലും ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കഴിച്ചു. അവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് സാൻഡ് ബാങ്ക്സിൻ്റെ ആ ഒരു പാർക്കിങ്ങിലോട്ടാണ്. ഒത്തിരി വാഹനങ്ങൾ കൂടിയിട്ടുണ്ട്. നമ്മൾ പോകാറായപ്പോഴത്തേക്കും ഒത്തിരി വാഹനങ്ങളിൽ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി ഒക്കെ എടുത്തിട്ട് ഇനി നേരെ നമ്മൾ നാട്ടിലേക്കാണ് പോകുന്നത്, നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് എന്നും നമ്മൾ കയറാറുള്ള ഒരു തട്ടുകടയുണ്ട് കേട്ടോ. ഒരു ഉമ്മയും ഉപ്പയും ഉണ്ട്. എപ്പോഴും നമ്മൾ ചിരിച്ച് സംസാരിക്കും. അങ്ങനെ അവിടുന്ന് ഉപ്പിലിട്ടൊക്കെ മേടിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ 2 പൈനാപ്പിളും മാങ്ങയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല നീളം മാങ്ങ കൊത്തി അരിഞ്ഞിട്ട് ഉപ്പിലിട്ട്, ആഹാ എന്താ അന്തസ്. അപ്പോൾ നല്ല എരിവോട് കൂടിയിട്ടുള്ളതാണ്. അതൊക്കെ മേടിച്ചു. പിന്നെ അമ്പാടിക്കാണെങ്കിൽ ലേസ് മതി എന്ന് പറഞ്ഞാൽ അതും മേടിച്ചു. അങ്ങനെ ഞാനും ആ ചേട്ടനും കൂടെ ഉപ്പിലിട്ടതൊക്കെ കഴിക്കുകയാണ്. ഏട്ടന് മാങ്ങ വേണ്ടാന്ന് പറഞ്ഞിട്ട് പൈനാപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ.